ഉണ്ടായിക്കട്ടെ, മൂന്നാമത് ഉണ്ടായിക്കട്ടെ. അതിന് എന്താ കുഴപ്പം? കോൺഗ്രസ് എന്താ ചോദിക്കട്ടെ, ഈ 10 കൊല്ലം മാറാട് കലാപം ഉണ്ടായ മനസ്സിലായി, വർഗീയ കലാപം ഉണ്ടായോ? സംവാദം ഉണ്ടാക്കുന്നത് ചെയ്യാറില്ല. കാരണം ഞാൻ ഒരു ഐതിഹാസികക്കാരനല്ല. ഞാൻ മുഖ്യമന്ത്രിയുടെ വണ്ടി കയറിയതല്ലേ ഇവിടുത്തെ നിങ്ങൾക്കെല്ലാം വലിയ പ്രശ്നം. പിന്നെ ഒരു പ്രശ്നക്കാരൻ കാണുന്ന കൂട്ടത്തിൽ ഞങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു മുന്നോക്കക്കാരൻ കയറിയതെങ്കിലും കൊണ്ടുവരുന്ന ഒരു മുന്നോക്കക്കാരൻ ആ വണ്ടി കയറി വരുന്നത് കൊണ്ടുവരുന്ന ന്യൂനപക്ഷക്കാരൻ കയറി വരുന്നത് കൊണ്ടുവരുന്ന ഈ പിന്നോക്കക്കാരനായി ഞാൻ ആ വണ്ടി ഒന്ന് കയറിയെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ എല്ലാം എന്നെ കൊല്ലാക്കൊല ചെയ്തില്ലേ? ഇതൊക്കെ മര്യാദ. ഒരു പത്രശ്രമമാണ്. നിങ്ങളല്ല ഇപ്പൊ രാജ്യം ഭരിക്കാൻ നശിപ്പിക്കുക എല്ലാം ചെയ്യുന്നത് മീഡിയകളാണ് ഇപ്പൊ ഭരിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊന്നു പിള്ളേരെ എന്ന് വിളിക്കുക. ഞാനൊരു പാവം പിടിച്ചൊരു സമുദായത്തിന്റെ പ്രവർത്തകനാണ്. നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഈഴവ സമുദായം ഇന്ത്യയിലെ ലോകത്തുണ്ടെന്നും അറിയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് നശിപ്പിക്കുന്നു. ഞങ്ങൾ ആരുടെയും ഒന്നും പിടിച്ചു പറിക്കാൻ കഴിയുന്നില്ല. ഒരു ചാനലുകാരൻ്റെയും അവകാശം ഈ ചാനലിൻ്റെ പറയും ഒരുപാട് കൊള്ള നടന്ന ചാനലുകാരുണ്ട്. ആ കൊള്ളക്കാരുടെ ഞങ്ങൾ വരുന്നില്ല. പക്ഷെ എന്നെ ഉപദ്രവിക്കാം. ഞങ്ങളുടെ സമുദായം ഞങ്ങളുമായിട്ട് പോയിട്ട് മുഖ്യമന്ത്രി എന്താ കുഴപ്പം? 3ാം തവണയും വരുമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ എന്താ തെറ്റി? കൂടെ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ചും കൂടെ തിന്ന് കാലിട്ട് വിട്ടതെന്ന് ഞാനാണ് ഉത്തരവാദി. ആരായാലും നിൽക്കും. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ ചവിട്ടാൻ അവൻ ചതുവാനാണ്. ബ്രൂട്ടോസ് നീങ്ങുമോ എന്ന് ചോദിക്കേണ്ടി വരും. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളാണോ ഒരു ഐക്യത്തിന് നല്ലത്? ഒരിക്കലും നല്ലതല്ല. ചില ആൾക്കാർക്ക് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റം ആഗ്രഹിച്ച് നടത്തോട്ടെ, ഇലക്ഷൻ വരട്ടല്ലേ. മാറ്റം ആഗ്രഹിക്കുന്നത് മാറിയോട്ടെ, വന്നോട്ടെ. അതെല്ലാം ജനവിധി നേടണം. അതിന് ഒന്നിച്ച് ഇതുവരെ 10 കൊല്ലം സൂചിച്ചില്ല എല്ലാവരും. എന്നിട്ട് ഈ 10ാമത്തെ കൊല്ലം കഴിയുമ്പോൾ ഇത്ര സൗന്ദര്യക്കുറവൊന്നുകൊണ്ട് മാന്യമല്ല, മര്യാദയല്ല. പിണറായി വിജയന്റെ മതി പിണറായി വിജയനെ നയിക്കട്ടെ എന്നാണ്. എന്താ കുഴപ്പം? ഇനിയും നയിക്കട്ടെ, മൂന്നാമതും നയിക്കട്ടെ. അതിന് എന്താ കുഴപ്പം? കോൺഗ്രസ് എന്താ ചോദിക്കട്ടെ, ഈ 10 കൊല്ലം മാറാട് കലാപം ഉണ്ടായ മനസ്സിലായി, വർഗീയ കലാപം ഉണ്ടായോ? പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എനിക്ക്. ഈ വർഗീയ കലാപകാരികളാണ് ഇപ്പൊ ഇവിടെ കലാപം ഇനിയും ഉണ്ടാക്കാനാണ്. മറ്റൊരു വന്നു കഴിഞ്ഞാൽ വർഗീയ കലാപം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പണ്ടുണ്ടായിരുന്നില്ലേ? അതൊന്നും ഇനി ഉണ്ടാകണോ ഈ രാജ്യത്ത്? ഒരു മാറാട് കലാപം ഉണ്ടായില്ലേ? എന്തെല്ലാം കലാപം ഉണ്ടായി ഇവിടെ. ഈ 10 കൊല്ലം ഭരിച്ചിട്ട് വർഗീയ കലാപം ഉണ്ടായ അത് മാത്രമല്ല ഉണ്ടായി. കൊള്ള നടത്തിയവനെ പിടിക്കട്ടെപ്പാ. അതിനാണ് ആവശ്യമുണ്ട്. കൊള്ള നടത്തിയവൻ ആരായാലും പിടിക്കട്ടെ. അത് പിണറായി എന്ത് ചെയ്തു? അവർ ശക്തമായി നടപടിയെടുത്തില്ലേ? കോടതി പറയുന്നവരെല്ലാം ചെയ്ത് ആരെന്ത് ചെയ്തു? ശബരിമലയിൽ അവനെല്ലാം അനുഭവിക്കും. ഇത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ, അയാൾ കൊള്ളക്കാരനാണ്. ആര് വീട്ടിൽ കിടക്കണമുണ്ടല്ല കള്ളനാണെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലല്ലേ? അത് പാർട്ടി പറഞ്ഞിട്ടുണ്ടാണോ? ഒന്നും വെള്ളം പിടിക്കപ്പാ. നടപടി എടുത്തിട്ടില്ല. അതൊക്കെ അവർ ഉപയോഗിക്കണം. അവര് അതിന്റെ തക്ക സമയത്ത് കാലങ്ങൾ കഴിയുമ്പോൾ അവരെടുക്കും. താങ്കളെ വർഗീയവാദിയായിട്ട് എല്ലാവരും പറയുന്നത് എന്താ വർഗീയവാദി പറയാൻ കാരണം? യഥാർത്ഥ വർഗീയവാദിയായത് മലപ്പുറത്ത് ഞാന് എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരം. മലപ്പുറത്ത് സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് തുടങ്ങും. സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട്? മലബാർ പ്രദേശത്ത് മലപ്പുറത്തുണ്ടോ? വയനാടുണ്ടോ? കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം വാങ്ങാൻ കിട്ടുന്നില്ലേ? തുടങ്ങാൻ പറ്റാത്ത അനുവാദം തരണം. ആരുടെ അനുവാദം? സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് ഈ 9 വർഷത്തിനിടെ നോക്കിയില്ലേ? 9 വർഷത്തിനിടെ നോക്കിയില്ലേ? 9 വർഷത്തിനിടെ നോക്കിയില്ലേ? 9 വർഷത്തിനിടെ നോക്കിയില്ലേ? ഞാൻ കുറെ നാളായി തുടങ്ങി.